ഐശ്വര്യ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം നേരിട്ട ഏറ്റവും വലിയ രണ്ട് പ്രശ്നങ്ങളായിരുന്നു. ഒന്ന് ഈ പറഞ്ഞ പോലെ ഒരു കെ എസ് ആർ ടി സി ബസ് കണ്ടക്ടർ ഇതേപോലെ മോർഫ് ചെയ്ത വി ഡി സതീശൻ്റെ ഫോട്ടോയെ ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട് അയാളെ എന്താ പറയുക താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യുന്നു. അത് ന്യായമായ ഒരു കാര്യമാണ്. പക്ഷെ മറുവശത്ത് ഇതേപോലെ തന്നെ ഒരു സ്കൂൾ മാഷ് വി ഡി സതീശൻ്റെ എന്താ പറയുക ഈ ധനവകുപ്പുമായി ബന്ധപ്പെട്ട് ഖജനാവിൽ പൂച്ച പറ്റിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഇടുന്നു. അയാൾക്കെതിരെ നടപടി എടുക്കുന്നു. റിട്ടയർ ചെയ്യാൻ എനിക്കൊണ്ട് 2 വർഷം ബാക്കി നിൽക്കുകയുള്ളൂ. 2 ദിവസമോ എന്നറിയില്ല. 2 ദിവസമായിരുന്നു. അപ്പം ഇത് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ട് ഇങ്ങനെ പുറത്താക്കാൻ. പക്ഷേ ഈ ഒരു ഒന്നാമത്തെ വിഷയം ഓക്കെ, നമുക്കതിനെ ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇത്തരത്തിൽ ഒരാളെ വ്യക്തിഹത്യ ചെയ്യാന്നുള്ളത് എന്താ പറയുക ന്യൂഡായ ഒരു ഫോട്ടോ വെച്ച് ആളുടെ തലയുടെ ഒട്ടിക്കുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. മറുവശത്ത് വിമർശന സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അപ്പം ഇപ്പം എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരാൾ പറയുന്ന കാര്യത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്താൻ എല്ലാവർക്കും അധികാരമുണ്ട്. അപ്പം ഇത്തരത്തിൽ വി ഡി സതീശൻ ചെയ്ത കാര്യം അല്ലെങ്കിൽ വി ഡി സതീശൻ അറിഞ്ഞുകൊണ്ടാണോ അല്ലേന്ന് അറിയില്ല, പക്ഷെ ചെയ്ത കാര്യം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? ഇത് ഇപ്പോൾ ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ വി ഡി സതീശൻ ചെയ്തത് ശരിയോ തെറ്റോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യത്തെ കേസിൽ ഫവാസ് പറഞ്ഞതുപോലെ തന്നെ അത് ശരി എന്ന് തന്നെ പറയേണ്ട കാര്യമാണ്. അതായത് ഒരാളുടെ മോർഫ് ചെയ്തൊരു ഫോട്ടോ, അതിന് ഇവിടെ ആയിട്ടുള്ള ഒരു ഫോട്ടോയിൽ തല വെട്ടി വെക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയായിട്ട് പോലും നടപടി എടുത്തില്ലെങ്കിൽ സാധാരണ ജനങ്ങൾ പിന്നീട് ചോദിക്കും നമ്മളുടെ പേരിൽ ഇങ്ങനെ വന്നാലും നമ്മൾക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായാലും യാതൊരു നടപടികളും മുഖ്യമന്ത്രിക്ക് ഇല്ലാത്ത നീതി നമുക്ക് കിട്ടുമോ എന്നുള്ളൊരു സ്വാഭാവിക സംശയം ജനിപ്പിക്കും. അപ്പം അതിനൊരു തടയിടാനായിട്ട് ആ ഒരു വിഷയത്തെ നല്ല രീതിയിൽ തന്നെ കാണുന്നു. പക്ഷെ സെക്കൻഡ് ടൈം ഈ പറയുന്ന പ്രിൻസിപ്പളിന് 2 ദിവസം വിരമിക്കാൻ ബാക്കി നിൽക്കെ വി ഡി സതീശൻ പുറത്താക്കി എന്ന് പറയുമ്പോൾ വി ഡി സതീശൻ പുറത്താക്കി എന്നെങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് വി ഡി സതീശൻ ഡയറക്റ്റ് അല്ലല്ലോ ഈ ഒരു നടപടി എടുക്കുന്നത്. ഒരു പക്ഷെ അദ്ദേഹം ഒപ്പിട്ട ഫയലായിരിക്കാം. പക്ഷെ ഇത് പുറത്താക്കി എന്നുള്ള കാര്യമുണ്ടെങ്കിലും അതിനുശേഷം തിരിച്ചെടുത്തു എന്നൊരു വാർത്തയും കൂടി പുറത്ത് വന്നിരുന്നു. അതായത് 2 ദിവസമാണ് എന്ന് മനസ്സിലാക്കി മാനസിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ഇത് ആവർത്തിക്കാതിരിക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചെടുത്തു. ഇവിടെ അദ്ദേഹം ചെയ്തത് ഇപ്പോൾ വിമർശന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോഴും ഒരു സർവീസ് ചട്ടത്തിൽ തന്നെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ സർവീസ് ചട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് പ്രത്യക്ഷ രാഷ്ട്രീയം പാടില്ല എന്നുള്ളത്. ഒരു ഗവൺമെന്റ് എംപ്ലോയിക്ക് ഒരിക്കലും പ്രത്യക്ഷ രാഷ്ട്രീയം ഉണ്ടാവാം. നമ്മളുടെയൊക്കെ മനസ്സുകളിൽ ഓരോ ഇഷ്ടങ്ങളും രാഷ്ട്രീയങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ പ്രത്യക്ഷമായിട്ട് രാഷ്ട്രീയം പറയരുത് എന്നുള്ളൊരു ഇത് കൂടി ഉറപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഗവൺമെന്റ് സർവീസിലേക്ക് കടക്കുന്നത്. അപ്പോൾ ആ ജോലിയുടെ ഒരു ഇതിനെ കളഞ്ഞുകൊണ്ട് ഇത്തരത്തില് ഒരു ഇതിലേക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും നിയമ നടപടി ഉണ്ടാവണമല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നിയമങ്ങളൊക്കെ ഉള്ളത്? ഇതിലൊരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇതേ സർവീസ് ഉദ്യോഗസ്ഥരാണ് പോലീസും. നമുക്കറിയാം ഇ ഡി കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് വലിയ കലാപം ഉണ്ടായി. അപ്പം അതിൽ ഈ പറഞ്ഞ പോലെ കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് ഈ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാരിന് വന്നിരുന്നു. പക്ഷെ പോയത് ജില്ലാ പോലീസ് മേധാവിക്കാണ്. ജില്ലാ പോലീസ് മേധാവി CPM-കാരനായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഈ സാധനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് എത്തിയില്ല എന്നുള്ള വലിയൊരു വിവാദം ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഇത്തരത്തിൽ പോലീസിലായാലും അതല്ല മാഷന്മാർക്കിടയിലായാലും എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഈവൻ അബ്ദുറബിന്റെ കാലത്ത് പോലും ആ പരീക്ഷ പേപ്പറിൽ എഴുതാത്ത കുട്ടികൾ വരെ വിജയിച്ചു പോയതിന്റെ പിന്നിലെ ടീച്ചർമാർ തന്നെയാണ് അതിന് കാരണം. അല്ല അബ്ദുറബല്ല പോയിട്ട് മാർക്ക് ഇടുന്നത്. അപ്പം എല്ലാത്തിൻ്റെ പിന്നിലും അതും ഈ അന്ന് ഇലക്ഷൻ അടുക്കാൻ നിൽക്കണ ഈ വലിയ വിവാദം ഉണ്ടാവുന്നത് പോലും. അപ്പം ഇത്തരത്തിൽ എല്ലാത്തിൻ്റെ പിന്നിലും യൂണിയൻകാരുണ്ട്, ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു പരിധി വരെ അതിനും അവർ ഉത്തരവാദിയാണ്. അപ്പം എത്രയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം വി ഡി സതീശൻ്റെ കാര്യത്തിലായാൽ പോലും മുൻ മുഖ്യമന്ത്രി അബ്ദുറബിൻ്റെ കാര്യത്തിലായാൽ പോലും ഇവൻ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലായാൽ പോലും ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ യൂണിയൻ CPM-കാരനെ ആയതുകൊണ്ട് ഓരോ സാധനം ഇവർക്ക് പാസ് ചെയ്തില്ല. അതുകൊണ്ടാണ് അന്ന് അത്ര വലിയ സംഘർഷം അവിടെ ഉണ്ടായത്. അപ്പൊ ഈ ഒരു കാര്യം കൂടുതൽ ആഡ് ചെയ്യണം. ഉറപ്പായിട്ടും ഈ ഗവൺമെന്റ് സർവീസുകളിൽ ജോലി ചെയ്യുന്നവർക്കിടയിലുള്ള ഈ രാഷ്ട്രീയ സംഘടനകൾ ശരിക്കും നിരോധിക്കപ്പെടേണ്ടതാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ഈ ആശാസമരം വന്നപ്പോൾ തന്നെ നോക്കാം. ആശാസമരം ആശമാർ ഉന്നയിച്ച ആവശ്യങ്ങൾ ന്യായമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് ഇത്ര രൂപ വേണം. ഈ നിസാരം ഒരു ഇപ്പൊ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന അത്രയോ പോലും സാലറി ഇല്ലാണ്ടാണ് ഈ ആശമാര് രാപ്പകലില്ലാണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവർക്ക് ന്യായമായും കിട്ടേണ്ട കാര്യങ്ങളാണ് അവർ ചോദിച്ചിട്ടുള്ളത്, അവർക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ പലർക്കും ഈ സമരത്തിൽ ഒരു ഭാഗമാകാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്തേക്ക് അല്ലെങ്കിൽ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റാതിരുന്നത് CPI അല്ലെങ്കിൽ ആശാ സമരത്തിന്റെ തന്നെ ആശമാരുടെ തന്നെ ഒരു സംഘടന, അല്ലെങ്കിൽ ഇത് ആശമാരെന്ന് പറയുന്ന ഒരുവിധം എല്ലാ ഹോസ്പിറ്റലുകളിലും എനിക്ക് പേഴ്സണലി അറിയാം. അവിടെയൊക്കെ ഒരു CPM-ന്റെ അല്ലെങ്കിൽ CPI-യുടെ ഒരു പോഷക സംഘടന പോലെ, അല്ലെങ്കിൽ അതാണ് അവരുടെ യൂണിയൻ എന്ന് വിശ്വസിക്കുന്നവരാണ് ആശമാര് പലരും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ സർക്കാരിനെതിരെയുള്ള ഒരു സമരം എന്നുള്ള രീതിയിൽ ഇവര് പോകരുത് എന്ന് വിലക്കിയിട്ടുണ്ട് പല ഹോസ്പിറ്റലുകളിലും. അപ്പൊ അവർക്ക് ന്യായമായും അവർക്ക് വേണ്ട ഒരു കാര്യം, ഒരുപാട് പേര് സമരം ചെയ്ത് വാങ്ങിയെടുക്കുന്ന ഒരു ഈ ഒരു നേട്ടം അവർക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഐക്യദാർഢ്യം കൊടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റാണ്ട് വരുന്നത് ഇതിനകത്തുള്ള സംഘടനയിലുള്ള ആളുകൾ
പിന്നോട്ട് വലിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ചോദിക്കുന്നുണ്ട് ആശ്വാസ സമരത്തിന് പോയിട്ട് സമരം ചെയ്ത മിനി ഉൾപ്പെടെയുള്ളവർ ആശമാരല്ലല്ലോ എന്ന്. പക്ഷെ അവര് ഉൾപ്പെടെയുള്ളവർ ആശമാരല്ലെങ്കിലും ആശമാർക്ക് പോകാൻ പറ്റാതാവുന്നതിന്റെ ഒരു റീസൺ ഇതുകൊണ്ടാണ്. ഈ തുലവും തുച്ഛം ആശമാർ മാത്രം പോയിട്ട് സമരം ചെയ്തതുകൊണ്ട് ഇവർ ഇത്രയും സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ട് പോലും ഇത്രയും വർഷങ്ങൾ അല്ലെങ്കിൽ ഇത്രയും കാലയളവ് അവരെ ചവിട്ടി മെതിക്കുക ചെയ്തത്. അപ്പൊ പലരെയും തടഞ്ഞു വെക്കുന്നത് ഇതുപോലെ സംഘടനകളാണ്. സംഘടനകളിൽ പെട്ടിട്ട് ഇവര് ഇപ്പോൾ CPM നമ്മുടെ സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് അതിനെതിരെ ശബ്ദം ഉയർത്താൻ പറ്റാണ്ടാവും. അപ്പൊ എന്തിനാണ് ഇവരുടെ ഇടയിൽ നമ്മൾക്കും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ തളച്ചിടുന്ന ഒരു സംഘടന എന്തിനാണെന്നുള്ളത് അറിയില്ല. പിന്നെ ഗവൺമെന്റ് സർവീസുകളിൽ ഇങ്ങനെ ഒരു ചട്ടം പറയുന്നത് തന്നെയാണ്, പ്രത്യക്ഷ രാഷ്ട്രീയം പറയരുത് എന്ന് പറഞ്ഞിട്ടും സംഘടനകൾക്കെതിരെ ഇടയിലെല്ലാം NGOകളുണ്ട്. അവർക്ക് എല്ലാവർക്കും INTUC അങ്ങനെ ഓരോ സംഘടനകളുണ്ട്, എല്ലാം CPMന്റെ ഒരു ബേസ് ചെയ്തിട്ടുള്ള സംഘടനകൾ. അപ്പൊ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഗവൺമെന്റ് എംപ്ലോയീസ് പോകുന്നത് ശരിക്കും മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ വിഷയത്തിലോട്ട് തിരിച്ചു വരുമ്പോൾ എന്താ പറയുക, നമ്മൾ പറഞ്ഞല്ലോ VD സതീശൻ ഈ പറഞ്ഞ പോലെ നടപടി എടുത്തു എന്നുള്ളത്. നേരെ മറിച്ച് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രി നിലവിലെ പ്രതിപക്ഷ നേതാവായ എന്താ പറയാ പിണറായി വിജയൻ, അദ്ദേഹം ഇത്തരത്തിൽ ഏതെങ്കിലും നടപടികൾ എടുത്തതായിട്ട് നമുക്ക് എന്തെങ്കിലും തെളിയിക്കാനോ അല്ലെങ്കിൽ എന്താ തെളിവ് എത്ര എണ്ണം വേണം ശരിക്കും? അത് അദ്ദേഹത്തിനെ പോലെ ശരിക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിയിട്ടുള്ളൊരു ഫാസിസ്റ്റ് ഭരണം ഇതിന് മുന്നേ നടന്നിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും. എന്തിന്റെ പേരിലൊക്കെ മാധ്യമ പ്രവർത്തകർക്കെതിരെ പോലും, അതായത് ഈവൻ എനിക്ക് 2 കേസുകളുണ്ടായിരുന്നു ഇവിടെ. ക്രൈമിലൊക്കെ ചറപറ കേസുകളുണ്ട് നമുക്ക്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ഏറ്റവും കൂടുതൽ വേട്ടയാടിയത് ഒരു 10 വർഷ കാലയളവിൽ തന്നെയായിരുന്നു ഈ വർഷങ്ങൾ. അപ്പോൾ അതുപോലെ ഒരു വിമർശനം പോലും കേൾക്കാനുള്ള ഇതില്ലാത്ത രീതിയിൽ, ലൈക്ക് ഗവൺമെന്റിനെതിരെ പറയുന്ന വിമർശനങ്ങൾക്ക് പോലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരല്ല, മാധ്യമ പ്രവർത്തകർക്ക് നേരെ പോലും കേസുകൾ ഇഷ്ടം പോലെ എടുത്ത ഒരാളാണെന്നുള്ളത് ഓർക്കണം. അത് മാത്രമല്ല, സർവീസിൽ തന്നെ ഇരിക്കുന്നവര് ഈ ഒരു 10 വർഷം കൊണ്ട് പോയ കുറച്ച് പേരുകൾ പറയാം. രാജഗോപാൽ അരുണിമ, സിവിൽ പോലീസ് ഓഫീസറാണ്, CPO. അവര് ആലപ്പുഴ അസിസ്റ്റന്റ് റിസർവ് ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ ആയിരുന്നു. അവരെ ഇതുപോലെ അവർക്കെതിരെ നടപടിയെടുത്ത് സസ്പെൻഷൻ കൊടുത്തത് 2016 മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ പോസ്റ്റ് ഇട്ടു. കോഴിക്കോട് മാധ്യമപ്രവർത്തകരെ തടഞ്ഞ ഒരു SIയെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റിലാണ് മുഖ്യമന്ത്രി വിമർശിക്കപ്പെട്ടത്. അതായത് കോഴിക്കോട് ഒരു ഇഷ്യൂ നടന്ന സമയത്ത് ആ ഒരു വിഷയത്തില് പോസ്റ്റ് ഇട്ട മാധ്യമപ്രവർത്തകരെ തടഞ്ഞ SIക്കെതിരെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന രാജഗോപാൽ അരുണിമ ഇട്ട പോസ്റ്റ് മുഖ്യമന്ത്രിക്ക് നട്ടെല്ലില്ല എന്ന് പരാമർശിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റായിരുന്നു. അതിട്ടതിന്റെ പേരിൽ അപ്പൊ തന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നവരാണ്. അവരുടെ സഹപ്രവർത്തകന് പറ്റിയ ഒരു കാര്യത്തിൽ അതിലൊരു വിമർശനാത്മകമായിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളതിൽ നട്ടെല്ലില്ല എന്നൊരു പരാമർശം വന്നതിന്റെ പേരിൽ ജോലി പോയതാണ്. ഇപ്പോൾ പ്രത്യക്ഷ രാഷ്ട്രീയം പാടില്ല എന്നുള്ള ചട്ടം നോക്കിയിട്ടാണെങ്കിൽ ഓക്കെ, അങ്ങനെ ചെയ്യാൻ പാടില്ല, മുഖ്യമന്ത്രിക്കെതിരെ അവർ പറയാൻ പാടില്ലാത്തതാണ്. പക്ഷെ അവരെ ഇതുപോലെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മധു എന്ന് പറയുന്ന ഹെഡ് ക്ലർക്ക് PWD ഇല്ല, അവര് തിരുവനന്തപുരം ആയുർവേദ കോളേജ് സ്പെഷ്യൽ ബിൽഡിംഗ് സബ് ഡിവിഷനിലെ ഹെഡ് ക്ലർക്കായിരുന്നു. കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ഒരു ഭാരവാഹി കൂടിയായിരുന്നു, അതും NGO തന്നെ. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ട് മറ്റൊരാളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഷെയർ ചെയ്തതാണ്. അതായത് അയാളായിട്ടൊരു വിമർശനം ഉന്നയിച്ചതല്ല, മറ്റൊരാൾ കോടിയേരി ബാലകൃഷ്ണനെതിരെ പറയുന്ന ഒരു പ്രസ്താവന ഷെയർ ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രം അയാളെ സസ്പെൻഡ് ചെയ്യായിരുന്നു. ഇതിനെതിരെ കുറ്റമായിട്ട് പറഞ്ഞത് കേരള സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം 60A ലംഘിച്ചു എന്ന് കാണിച്ചുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർ ആണ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. ഈ പറയുന്ന 60A വകുപ്പ് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാധനമാണല്ലോ. അപ്പൊ ഈ KSRTC ഡ്രൈവർക്കും ഈ പറയുന്ന പ്രിൻസിപ്പലിനും ഒക്കെ ബാധകമായിട്ടുള്ള കാര്യം തന്നെയാണ് അന്ന് അദ്ദേഹവും എടുത്തു. ഇതിനെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മൾ അതിനെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷെ ഇതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. KSRTC ജീവനക്കാർക്കെതിരെയുള്ള നടപടികൾ, പദവികളൊക്കെ വന്നിട്ടുള്ളത് മെക്കാനിക്, കണ്ടക്ടർ പദവികളിലുള്ള വിവിധ ജീവനക്കാര്, ഇവർക്കൊക്കെ എതിരെ ഒരുപാട് തവണ സസ്പെൻഷൻ നടപടി നേരിടേണ്ടി വന്നിട്ടുള്ളവരാണ് ഇവര്. ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ട് KSRTC സ്വിഫ്റ്റ് ബസ്സുകളുടെ ഉദ്ഘാടന സമയത്തൊക്കെ KSRTC MDയെയും ഗതാഗത വകുപ്പ് മന്ത്രിയെയൊക്കെ വിമർശിച്ചുകൊണ്ട് അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ കുറച്ച് പരിഹസിച്ചിട്ടുള്ള പോസ്റ്റുകൾ. പക്ഷെ അവരത് എങ്ങനെ പറയാണ്ടിരിക്കും എന്നെനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ KSRTC ജീവനക്കാർക്ക് ശമ്പളം ഇല്ലാണ്ട്, മാസങ്ങളോളം ശമ്പളം ഇല്ലാണ്ട് ഇവര് കടന്ന് പണിയെടുത്തത് നമ്മൾ കണ്ടതാണ്. ഒരിക്കലും അവർ കുറ്റം പറയാൻ പറ്റില്ല. അവര് ഈ രാപ്പകലില്ലാണ്ട് വർക്ക് ചെയ്യണം, ഇവർക്ക് സാലറി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ബേസിക് സാലറി കിട്ടേണ്ട സാധനം അവർക്ക് കൊടുക്കാൻ പറ്റാണ്ട് മാസങ്ങളോളം അവരിട്ട് വലിപ്പിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും അതിനെതിരെ പ്രതികരിക്കാനുള്ള ഇതുണ്ട്. അവരെ സർക്കാർ ജീവനക്കാരുടെ ചട്ടം ലംഘിച്ചു എന്ന് അവരോട് എങ്ങനെ പറയും? അവർക്ക് സർക്കാർ കൊടുക്കുന്ന ശമ്പളം കൊടുക്കാത്തതിനെയാണ് അവർ വിമർശിച്ചത്. അപ്പൊ പിന്നെ അവരെ സർക്കാർ ജീവനക്കാരായിട്ട് തന്നെ ഇങ്ങനെ കരുതി അവരെ നാവടപ്പിച്ച് വെക്കാനൊന്നും പറ്റില്ല. പക്ഷെ അതിന്റെ പേരിൽ ഗതാഗത മന്ത്രിയെ വിമർശിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഒരുപാട് പേരാണ് ആ വിവിധ ഡിപ്പോകളിൽ നിന്ന്
സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ അധ്യാപകരിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ അധ്യാപകർ പലരും ഇതുപോലെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കെയറെയിൽ പദ്ധതിക്കെതിരെ കുറെ സമരങ്ങളൊക്കെ വന്നല്ലോ. അപ്പൊ ഈ കെയറെയിലിന്റെ ടൈമിൽ സർക്കാർ ചില വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെയും കെയറെയിലിനെതിരെയും ഒക്കെ പല അധ്യാപകരും ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പോസ്റ്റ് ഇടുകയും അവരുടെ അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്തു. നേരിട്ടൊരു വിമർശനമോ വെല്ലുവിളിയോ കൊലവിളിയോ ഒന്നുമല്ല, അവരുടെ അഭിപ്രായങ്ങൾ അവരുടേതായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്തു. ആ പോസ്റ്റ് ചെയ്ത എല്ലാ അധ്യാപകരെയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കുറെ നാളിട്ട് വലിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇത്തരം ഒരുപാട് 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 ഉദാഹരണങ്ങളുണ്ട്. ഒരു 10 വർഷ കാലയളവിൽ സസ്പെൻഷനിൽ പോയ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇവിടെ വി ഡി സതീശൻ ഇത്തരത്തിലൊരു അധ്യാപകനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്തത് ഇതേ ഇപ്പൊ ഈ പിണറായി വിജയൻ ആരെയൊക്കെ പുറത്താക്കിയോ അതേ രീതിയിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ ആക്ടൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ശരിയല്ലെങ്കിൽ അതും ശരിയല്ല, അത് ശരിയല്ലെങ്കിൽ ഇതും ശരിയല്ല. പക്ഷെ വി ഡി സതീശൻ ചെയ്തൊരു മാതൃക എന്ന് പറയുന്നത് 2 ദിവസം ആ മനുഷ്യന് വിരമിക്കൽ കാലാവധി 2 ദിവസം കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പെൻഷൻ ഉൾപ്പെടെ പലതിനെയും ബാധിക്കും. മാനുഷിക പരിഗണന നൽകി അല്ലെങ്കിൽ ആ ഒരു സസ്പെൻഷൻ നടപടി എത്രയും പെട്ടെന്ന് പിൻവലിക്കാനുള്ളൊരു നല്ലൊരു മാതൃക കൂടി അയാൾ അവിടെ കാണിച്ചു. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു രോഗി സർജറി കഴിഞ്ഞ് കിടന്ന രോഗീനെ പീഡിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അറ്റൻഡർ അത് നമുക്കൊന്നും മനസാക്ഷിയുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സർജറി തൈറോയിഡിന്റെ ആണെന്ന് തോന്നുന്നു. തൊണ്ടയിൽ സർജറി കഴിഞ്ഞിട്ട് കരയാൻ പോലും വയ്യാണ്ട് ICUന്ന് പുറത്ത്, അതായത് തിയേറ്ററിൽ നിന്ന് പുറത്ത് വന്ന് കിടക്കുന്ന രോഗിയാണ് അയാൾ മോശമായിട്ട് ഉപദ്രവിച്ചത്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ട് പലരും ഇതിനെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചപ്പോഴും അവിടുത്തെ ഹെഡ് നേഴ്സ് ഇവരുടെ കൂടെ നിന്ന് ഇവർക്ക് വേണ്ടി സംസാരിച്ച് മൊഴി കൊടുത്തൊരു ഹെഡ് നേഴ്സ് ഉണ്ട്. അവരെ ഒരു രോഗിക്ക് സപ്പോർട്ടീവായിട്ട് സത്യസന്ധമായ ഒരു കാര്യത്തിൽ മൊഴി പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ മാത്രം ഈ അറ്റൻഡർക്കെതിരെ അല്ല നടപടിയെടുത്തത്. അവർ അറ്റൻഡർക്കൊപ്പം തന്നെ ഈ കൂടെ നിന്ന നേഴ്സിനെതിരെയും, അതായത് ഈ പരാതി റിപ്പോർട്ട് ചെയ്യാൻ ധൈര്യം കാണിച്ച നേഴ്സിനെ സസ്പെൻഡ് ചെയ്തൊരു പരിപാടി അവർ കാണിച്ചിട്ടുണ്ട്. വീണ ജോർജ് മന്ത്രിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് പലരും ഇടപെട്ട് അല്ലെങ്കിൽ ഇതിൽ വലിയ വിവാദങ്ങളൊക്കെ വന്നപ്പോൾ അവരെ തിരിച്ചെടുത്തു. പക്ഷെ തിരിച്ചെടുത്തെങ്കിലും അങ്ങോട്ട് എടുത്തില്ല, ഇടുക്കിയിലേക്ക് തട്ടി. ഇടുക്കിയിൽ അവർക്ക് ലാസ്റ്റ് ഡേറ്റ് ആണ്, അന്ന് അവർക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി പോകും എന്നുള്ള ഘട്ടത്തിൽ അന്ന് അവരെ അവിടെ ജോയിൻ ചെയ്യാൻ സമ്മതിക്കാതെ മനഃപൂർവ്വം ഹരാസ് ചെയ്ത സംഭവങ്ങളും ഒക്കെ പുറത്തു വന്നതാണ്. അത്തരത്തിൽ ഒരാളുടെ ജോലി അല്ലെങ്കിൽ ഒരു ഭാവി ഇല്ലാണ്ടാക്കിയിട്ട് സത്യത്തിനൊപ്പം നിന്നതിന്റെ പേരിൽ ഉപദ്രവിച്ചിട്ടുള്ള ഒരു സർക്കാർ എന്തിന്റെ ബേസിലാണ് ഇപ്പോൾ ഈ ഒരു മനുഷ്യനെതിരെ നടപടി എടുത്തു? പക്ഷെ അയാളുടെ പെൻഷനും അയാളുടെ ഭാവി ജീവിതവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് അയാളെ തിരിച്ചെടുക്കുകയും ചെയ്തു. അയാൾക്ക് വേണ്ട ഫേവറും കൂടി ഇവർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു നടപടി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ഒന്ന് ശാസിച്ചു വിട്ടു എന്നുള്ളതിനപ്പുറത്തേക്ക് അയാളുടെ പെൻഷനോ അല്ലെങ്കിൽ അയാളുടെ ബാക്കിയുള്ള ജീവിതത്തിനെ ഒന്നും ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ വി ഡി സതീശൻ തയ്യാറായില്ല. അത് അയാളുടെ വലിയ മനസ്സ് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ. പക്ഷെ ഇപ്പുറത്ത് വീണ ജോർജിന്റെ സ്ഥാനത്ത് ഒരു പെണ്ണിനെതിരെ ഇത്രയും, അതും സർജറി കഴിഞ്ഞ് കിടക്കുന്ന ഒരു ലേഡിയെ ശാരീരികമായിട്ട് പീഡിപ്പിച്ച ഒരുത്തനെ സംരക്ഷിച്ച് പിടിച്ചുകൊണ്ട് ആ കേസിൽ മൊഴി പറഞ്ഞ സിസ്റ്ററെ സസ്പെൻഡ് ചെയ്ത് അവസാന സെക്കൻഡിലാണ് ഇതുപോലെ ഈ 2 ദിവസം ഈ മനുഷ്യനെ വിരമിക്കാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഊറ്റം കൊള്ളുന്ന സഖാക്കളുണ്ട്. 2 ദിവസമല്ലേ ഉള്ളൂ ആ മനുഷ്യന്റെ ഇത് കളയണോ എന്ന് ചോദിക്കുന്നവർ. പക്ഷെ അയാൾ തിരിച്ചെടുത്തു എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ ഇവിടെ ആ ലേഡീനെ, അതായത് സത്യത്തിനൊപ്പം നിന്ന് പ്രതികരിക്കേണ്ട ഒരു കാര്യത്തിന് പ്രതികരിച്ച ആ നേഴ്സിനെ ആ ലാസ്റ്റ് നിമിഷം പോലും ഒപ്പിടാൻ സമ്മതിക്കാണ്ട്, അവിടെ ജോയിൻ ചെയ്യാൻ സമ്മതിക്കാണ്ട് ബുദ്ധിമുട്ടിച്ച് അവരുടെ ജോലി കളഞ്ഞ ആൾക്കാരാണ് ഇപ്പുറത്ത് നിന്ന് ഈ കുരക്കുന്നവരെല്ലാവരും തന്നെ. അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയ പകപോക്കലിനപ്പുറത്തേക്ക് വേറെ ഒന്നുമായിട്ട് കാണാൻ പറ്റുന്നില്ല.